പൈസ കുറച്ചധികം ചെലവായെങ്കിലും ഞാൻ നാട്ടിലെ ലീവിന് പോയപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത 2 ദിവസം എന്ന് പറയുന്നത് എന്റെ അനിയനെയും കൊണ്ട് കൊച്ചിയിൽ നടന്നൊരു നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോയപ്പോഴാണ്. കുറെ നാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു ഫിറ്റ്നസ് കോമ്പറ്റീഷന് സ്റ്റേജിലൊക്കെ കയറണം എന്നുള്ളത്. പക്ഷെ എനിക്ക് അതിനുള്ള കാലിബർ ഉണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ എന്നെക്കാളും സൂപ്പർ എന്റെ അനിയനായ കാരണം ഏതെങ്കിലും ഒരു കോമ്പറ്റീഷൻ അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് ഞാൻ പണ്ടേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ കൊച്ചിയിൽ ഡെക്കാത്തലോണും പിന്നെ ഒക്ടൈൻ ഫിറ്റ്നസും കൂടിയിട്ട് ഒരു നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ നടത്താൻ പോവാന്ന് ഞാൻ പറഞ്ഞത് കേട്ടത്. അങ്ങനെ എന്റെ അനിയനെ കൊണ്ട് ഞാനത് രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് കഴിഞ്ഞ ശനിയാഴ്ച കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കൊച്ചിയിലേക്ക് ഞങ്ങൾ വിട്ടു. അങ്ങനെ കൊച്ചിയിലൊക്കെ എത്തിയിട്ട് ചെറിയൊരു റൂമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് കോമ്പറ്റീഷന്റെ തലേ ദിവസം ഡെക്കാത്തലോണിൽ വെച്ച് നടക്കണ ബ്ലഡ് ടെസ്റ്റും ഹൈറ്റ് ചെക്കിങ്ങും പിന്നെ ട്രങ്ക് നമ്പർ ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഡെക്കാത്തലോണിൽ എത്തി അവിടെ ഡ്രഗ്സോ സ്റ്റിറോയിഡ്സോ യൂസ് ചെയ്യണ്ടോന്ന് അറിയാനായിട്ടുള്ള ബ്ലഡ് ചെക്കിംഗ് ഒക്കെ ചെയ്ത് ഒരു ഡിക്ലറേഷൻ ഒക്കെ സൈൻ ചെയ്ത് ട്രങ്ക് നമ്പർ ഒക്കെ മേടിച്ചിട്ടാ. എന്റെ കൂടെ ആണെങ്കിൽ എന്റെ അനിയനും പിന്നെ അവന്റെ ഒരു കൂട്ടുകാരനും പിന്നെ ഞങ്ങൾ എല്ലാവരും ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഞങ്ങളുടെ ആശാനും പിന്നെ ആശാന്റെ വേറൊരു ശിഷ്യനും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോയിട്ട് പിറ്റേ ദിവസം നടക്കാനുള്ള കോമ്പറ്റീഷന് വേണ്ടി ചെറുതായിട്ട് പോസ്റ്റിംഗ് ഒക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് പഠിച്ചു. നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിന് ആദ്യമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോണ കാരണം കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൈസോ ചെറിയൊരു റെക്കഗ്നീഷനോ കിട്ടുന്ന ഒരു പ്രതീക്ഷയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിറ്റേ ദിവസം അവിടെ നടന്നത് ഞങ്ങൾ ഇന്നേ വരെ പ്രതീക്ഷിക്കാത്ത കുറെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതെന്താന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം.